Hi students, നമ്മൾ ഓൾറെഡി യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്താണെന്നുള്ളത് കണ്ടു. നെക്സ്റ്റ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയാണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. ഇതിലൊന്ന് ജസ്റ്റ് ഓടിച്ചു പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫ്രാറെഡ് IR റീജിയൻ, അതായത് ഇൻഫ്രാറെഡ് റീജിയൻ്റെ ആ വേവ് ലെങ്ത്തിൻ്റെ റീജിയൻ 0.8 to 25 ആണ്. 1000 ആണ്. അതിൽ പിന്നെ 1000 എന്ന് പറയുന്നത് മൈക്രോമീറ്റർ റേഞ്ചിലാണ് പറയുന്നത്. അതിൽ 3 ടൈപ്സ് ആയിട്ട് IR റീജിയൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നിയർ IR റീജിയൻ ആൻഡ് മിഡ് IR റീജിയൻ ആൻഡ് ഫാർ IR റീജിയൻ. ഈ നിയർ IR റീജിയൻ ഓവർടോൺ റീജിയൻ എന്ന് പറയും. മിഡ് IR റീജിയൻ വൈബ്രേഷൻ റൊട്ടേഷൻ റീജിയൻ ആൻഡ് ഫാർ IR റീജിയൻ റൊട്ടേഷൻ റീജിയൻ. അതിൻ്റെ എല്ലാം വേവ് ലെങ്ത് ഇൻ്റെ മൈക്രോമീറ്റർ റേഞ്ചിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് വേവ് നമ്പർ എന്താണെന്ന് അറിയാലോ. സ്പോക്കൽ ഓഫ് വേവ് ലെങ്ത് ആണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. ഇനി എന്താണ് IR സ്പെക്ട്രോസ്കോപ്പി? ഓരോന്നിൻ്റെയും സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ആ റീജിയണിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മളെല്ലാം ആ സ്പെക്ട്രോസ്കോപ്പി കാണിക്കുക എന്ന് പറയാം. അപ്പം വെൻ IR light is passed through a sample of organic compound, some of the frequency are absorbed while others are transmit ചെയ്യും. അബ്സോർബും ചെയ്യും, ട്രാൻസ്മിറ്റും ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നിക്കൽ ഈ പിന്നെ അബ്സോർബൻസ് വേവ് നമ്പറിനെതിരെ പ്ലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റൻസിന് വേവ് നമ്പറിനെതിരെ പ്ലോട്ട് ചെയ്തിച്ച് നമുക്കൊരു സ്പെക്ട്ര ഉണ്ടാക്കാം. എന്തെല്ലാം ബിയർ ആംബേഴ്സ് ലോയിൽ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഓരോന്ന് അബ്സോർപ്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് കൺവീനിയൻ്റ്ലി നമ്മൾ എടുക്കുന്നത് IR സ്പെക്ട്രോസ്കോപ്പിയിലധികവും വേവ് നമ്പർ വേഴ്സസ് പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്മിറ്റൻസ് ആണ്. ഒരു IR സ്പെക്ട്രം കാണിക്കണമെങ്കിൽ, കോമ്പൗണ്ട് കാണിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ ഉള്ളത്? 2 കണ്ടീഷൻ. ഓഫ് കോഴ്സ് എല്ലാത്തിലുള്ളത് പോലെ തന്നെ കറക്റ്റ് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മോളിക്യൂൾ ടൈപ്സ് ഓഫ് IR റേഡിയേഷൻ, നാച്ചർ ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, അവിടെ വൈബ്രേഷൻ ആണ് നടക്കുന്നത്, വൈബ്രേഷണൽ സ്പെക്ട്രം ആണ്. നാച്ചർ ഓഫ് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് സം പാർട്ട് ഓഫ് ദ മോളിക്യൂൾ എന്തായിരിക്കണം? ഈ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് സെയിം ആകുമ്പോഴാണ് നമ്മൾ ആ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്നത്. IR റീജിയനിൽ ആ റേഞ്ചിൽ അബ്സോർപ്ഷൻ ഫ്രീക്വൻസി ഉണ്ടെങ്കിലാണ് ദാറ്റ് വിൽ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. മോളിക്യൂൾ ക്യാൻ ഓൺലി അബ്സോർബ് IR റേഡിയേഷൻ എപ്പോഴ്? when its absorption cause a change in its electric dipole. പെർമനന്റ് ഡൈപോൾ അല്ല പറയുന്നത്, ചേഞ്ച് ഇൻ ഡൈപോൾ മൂവ്മെന്റ് അവിടെ ഉണ്ടായിരിക്കണം ഒരു IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ. അങ്ങനെ മോളിക്യൂൾ ഈസ് സെറ്റ് ടു ഹാവ് എൻ ഇലക്ട്രിക് ഡൈപോൾ when there is a slight positive and slight negative charge on its component of atoms. ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ് ഒരു മോളിക്യൂളിന് ഇവിടെ പറയുന്നത്. പോസിറ്റീവോ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് അതിൻ്റെ കമ്പോണന്റ് ആറ്റംസിൽ ഉണ്ടാകുമ്പോഴാണ് മോളിക്യൂൾ വിൽ ബി ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പെർമനന്റ് ചേഞ്ച് അല്ല, ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാകണം എപ്പോഴും ഈ IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. ഇനി ഈ IR റേഡിയേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വൈബ്രേഷണൽ സ്പെക്ട്രം ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെല്ലാം തരം വൈബ്രേഷൻസ് ഒരു മോളിക്യൂളിൽ നടക്കാം? മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ് ആണ് നടക്കുന്നത്. സ്ട്രെച്ചിങ് വൈബ്രേഷനും ബെൻഡിങ് വൈബ്രേഷനും. സ്ട്രെച്ചിങ് വൈബ്രേഷനിൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് ബോണ്ട് ആക്സിസിന്റെ അലോങ് ആയിട്ടുള്ള വൈബ്രേഷൻസിനെയാണ് എന്ത് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസ് അലോങ് എ ബോണ്ട് ആക്സിസ്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ഉണ്ട്. സിമെട്രിക് സ്ട്രെച്ചിങ്ങും അസിമെട്രിക് സ്ട്രെച്ചിങ്. ഒരേപോലെ ഇത് രണ്ടും ഒരേപോലെയാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. അസിമെട്രിക് എന്ന് പറയുമ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതാണ്, ഒന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്, ഒന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് അത് അസിമെട്രിക് ആണ്. ദാറ്റ് ഈസ് ദ അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ. അപ്പോൾ 2 ടൈപ്സ് ഓഫ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണുള്ളത്, സിമെട്രിക്കും അസിമെട്രിക്കും. ദെൻ ബെൻഡിങ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് 4 ടൈപ്സ് ഉണ്ട്. റോക്കിംഗ്, സിസറിങ്, വാഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ്. എന്താണ് റോക്കിങ്ങോ സിസറിങ്ങോ എന്ന് പറയുന്നത്? ഇൻ പ്ലെയിനിൽ, ഒരേ പ്ലെയിനിൽ നടക്കുന്ന ബെൻഡിങ് ആണ്. അറ്റംസ് ബെൻഡ് ചെയ്യുന്നത്. ഇൻപ്ലെയിൻ എന്ന് പറയുന്നത്. റോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നത്. ഇതേപോലെ ഒരേ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നതിനെയാണ് റോക്കിംഗ് എന്ന് പറയുന്നത്. സിസറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസേഴ്സ്, മറ്റേ കത്രിക ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ഒരുമിച്ച് ഇങ്ങനെ ആക്കുക, അതുകൊണ്ടാണ് സിസറിങ് ബെൻഡിങ് വൈബ്രേഷൻസ്. ഇനി
അടുത്ത രണ്ട് വാഗിങ്ങും ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് പ്ലെയിൻ ആണ്. അതായത് ഒറ്റ പ്ലെയിനിലല്ല അതിന്റെ ബെൻഡിങ് നടക്കുന്നത്. ഇത് ഔട്ട് ഓഫ് പ്ലെയിനിൽ വാഗിങ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും മുകളിലോട്ട്, ഇത് രണ്ടും മുകളിലോട്ട് ബെൻഡ് ചെയ്യുക. ആ മോളിക്യൂൾസ് എല്ലാം ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നതെങ്കിൽ ആ പ്ലെയിനിന്റെ മുകളിലോട്ട് ബെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ താഴോട്ട് പോവുക. ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് മുകളിലോട്ടാണെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് അതാണ് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 4 ടൈപ്സ് ഓഫ് ബെൻഡിങ് വൈബ്രേഷൻസ് ആണുള്ളത്: റോക്കിംഗ്, സിസറിങ്, വാഗിങ് ആൻഡ് ട്വിസ്റ്റിംഗ്. ഇനി ഒരു ഉദാഹരണം വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് വൈബ്രേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന് CO എന്ന് പറയുന്ന ദർ വിൽ ബി എ സം ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാവും. അപ്പൊ ചേഞ്ച് ഇൻ ഡൈപോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ദിസ് ഈസ് ദ സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെയും ആവാം, ഇങ്ങനെ പുറത്തോട്ടും ആവാം, അല്ലെങ്കിൽ രണ്ടും ഉള്ളിലോട്ടും ആവാം. അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ട് കുറച്ച് ഇതാവുമ്പം ഇത് നല്ലോണം വലിഞ്ഞ് അങ്ങോട്ട് പോവാം, ഇത് കുറച്ചാണെങ്കിൽ അങ്ങനെ അസിമെട്രിക്. ഇത് പിന്നെ രണ്ട് ബെൻഡിങ് വൈബ്രേഷൻസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിൽ, രണ്ട് സിമെട്രിക്കും അസിമെട്രിക് സ്ട്രെച്ചിങ്ങും, രണ്ട് ബെൻഡിങ് വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? എ മോളിക്കുലർ വൈബ്രേഷൻ ഒക്കേഴ്സ് when atoms in a molecule are in a periodic motion, while the molecule as whole has constant translation and rotational motion. മോളിക്യൂളിന്റെ ഉള്ളിലുള്ള ആറ്റംസ് പീരിയോഡിക് മോഷനിൽ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വൈബ്രേഷൻ, ആ മോളിക്യൂളിലെ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ബാക്കി ട്രാൻസ്ലേഷണൽ റൊട്ടേഷനും എന്താണ്, ആസ് സച്ച് ആ മോളിക്യൂൾ മൊത്തം ഉള്ളതിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി ഓഫ് ദിസ് പീരിയോഡിക് മോഷൻ ആണ് എന്ത് നമ്മൾ പറയുന്നത്, വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഹ്യൂഗ്സ് ലോ ആണ്. ന്യൂ ഇസ് ദ ഫ്രീക്വൻസി. സോ വൈബ്രേഷണൽ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 1/2πc ഇൻറ്റു √k/μ. എന്താണ് k എന്ന് പറയുന്നത്? ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അതായത് സ്പ്രിംഗ് സ്ട്രെങ്ത് എന്ന് പറയാം, അല്ലെ ബോണ്ട് സ്റ്റിഫ്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. ആൻഡ് മ്യൂ ഈസ് ദ റെഡ്യൂസ്ഡ് മാസ് ആൻഡ് ന്യൂ ഈസ് ദ ഫ്രീക്വൻസി. റെഡ്യൂസ്ഡ് മാസ് നമുക്കറിയാം MAMB ഡിവൈഡഡ് ബൈ MA+MB ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ടിങ് ബിറ്റ്വീൻ ടു ആറ്റംസ്. ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് പിന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് കാണാം, അല്ലെ? നമുക്കിത് ഡയറക്ട്ലി ഫോഴ്സ് കോൺസ്റ്റന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് എന്താണ്? It will be directly proportional to the strength of the bonding between two atoms. Force constant is related with the strength of the bonding between the atoms. We know that. Okay, and then it is inversely proportional to the reduced mass of the two atoms. നമുക്ക് പറയാൻ പറ്റും. ഇനിയുള്ളത് ഡിഫറെന്റ് വൈബ്രേഷൻ മോഡ്സ് ആണ്. എന്താണ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്? നോർമൽ മോഡ്സ് ഓഫ് an oscillating system is pattern of motion in which all parts of the system move sinusoidally with same frequency. Sinusoidally with the same frequency. സൈൻ വേവ് മൂവ് ചെയ്യുന്നത് പോലെയുള്ള വൈബ്രേഷൻ, അല്ലെ? അതിൽ നിങ്ങൾ ഫിസിക്കലിൽ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഈ നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ. ജസ്റ്റ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നതിലും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി കോമ്പിനേഷൻ ബാൻഡ്സ് എന്താണ്? കോമ്പിനേഷൻ ബാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ മോർ than 2 or more fundamental vibrations are excited simultaneously. ഈ ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിന്റെ തമ്മിലുള്ള ആ വൈബ്രേഷൻസിൽ നമുക്കറിയാം വൈബ്രേഷണൽ എനർജി ലെവൽസ് μ1 μ2 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതില് μ0 to μ1 അല്ലെങ്കിൽ μ0 to 2 ഇത് എല്ലാം എന്ത് ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് ആണ്. അങ്ങനെയുള്ള ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് സൈമൾട്ടേനിയസ്ലി എക്സൈറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ വൈബ്രേഷൻസ് തമ്മിൽ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്തിട്ടൊരു സർട്ടൻ വൈബ്രേഷൻ ഫ്രീക്വൻസി തരും. ദീസ് കോമ്പിനേഷൻ മോഡ്സ് അറൈസ് ഫ്രം ദ അൺഹാർമോണിറ്റിസിറ്റി ഓഫ് ദി ഓസിലേറ്റർ. ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണ്? ആ മോളിക്യൂളിന്റെ അൺഹാർമോണിക് നാച്ചറാണ്. ഓസിലേഷൻ ചെയ്യുന്ന അൺഹാർമോണിസിറ്റി കൊണ്ടാണ് ഈ കോമ്പിനേഷൻ ബാൻഡ്സ് ഉണ്ടാകുന്നത്. എന്താണ് അൺഹാർമോണിസിറ്റി? ഇതെല്ലാം നിങ്ങൾ വിശദമായിട്ട് ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ആൻഡ് അൺഹാർമോണിക് ഓസിലേറ്റേഴ്സ്, അതിന്റെ പിന്നെ റൊട്ടേഷൻ സ്പെക്ട്ര കുറിച്ചെല്ലാം നിങ്ങൾ അതിന്റെ ഇക്വേഷൻസ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫിസിക്കൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കുക, these combination modes arise from the inharmonicities of the oscillator, which leads to an interaction of vibrational state in polyatomic
മോളിക്യൂൾ. ഇനി അത്രയും കാര്യം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓവർടോൺസ്. എന്താണ് ഓവർടോൺസ് എന്ന് പറയുന്നത്? ഓവർടോൺസ് റിസൾട്ട് ഫ്രം ദി എക്സൈറ്റേഷൻ ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഹയർ എനർജി സ്റ്റേറ്റ്. അതായത് 0 to 1 എന്നുള്ളത് ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് പറയാം. അപ്പൊ 0 to 2 നമ്മൾ എന്താണ് ന്യൂ ഈസ് ഈക്വൽ ടു നമ്മള് പിന്നെ എന്താണ് അതിന്റെ വൈബ്രേഷൻ ലെവൽ അല്ലേ, ഓരോന്നിന്റെ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. അപ്പൊ 0 to 1 is the fundamental. 0 to 2 ദാറ്റ് ഈസ് ഫസ്റ്റ് ഓവർടോൺ. 0 to 3 ആണ് സെക്കൻഡ് ഓവർടോൺ. അതാണ് അതിന്റെ ഓവർടോൺ മോഡ്സ് എന്ന് പറയുന്നത്. അപ്പം നോർമൽ മോഡ്, കോമ്പിനേഷൻ മോഡ് ആൻഡ് ഓവർടോൺ മോഡ്, ഇത്രയും കാര്യങ്ങൾ. ഇനി വേറെ അതിൽ വരുന്ന വേറെ ഒരു സംഭവമാണ് ഫെർമി റെസൊണൻസ്. ഫെർമി റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ററാക്ഷൻ വിച്ച് ഒക്കർ ബിറ്റ്വീൻ ഫണ്ടമെന്റൽസ് ആൻഡ് ഓവർടോൺസ് ഓർ കോമ്പിനേഷൻ ബാൻഡ്സ് ആർ നോൺ ആസ് ഫെർമി റെസൊണൻസ്. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ആൻഡ് ഓവർടോൺ, അല്ലെങ്കിൽ എന്താ പറയാ, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ആൻഡ് കോമ്പിനേഷൻ ബാൻഡ്സ് ആർ നോൺ ആസ് ഫെർമി റെസൊണൻസ് എന്ന് പറയാം. ദിസ് ഫിനോമിനൻ എന്താണ്? can observed whenever two fundamentals or a fundamental and overtone bands have nearly the same energy ആവുമ്പോഴാണ് ഇങ്ങനെയൊരു പിന്നെ സംഭവം നടക്കുക. ഈ ഫെർമി റെസൊണൻസ് നടക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഈ രണ്ട് ഫണ്ടമെന്റൽസ് ഒരു ഫണ്ടമെന്റലും ഓവർടോൺ ബാൻഡ്സും എന്താണ് നിയർലി ദ സെയിം എനർജി ലെവൽസിലാണെങ്കിലാണ് അതിന് നമ്മൾ എന്താ പറയാ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഫെർമി റെസൊണൻസ് നടക്കൂ. എന്നാ അവിടെ സംഭവിക്കുന്ന ഹിയർ ദ മോളിക്കുലർ ട്രാൻസ്ഫർ ഈസ് എനർജി ഫ്രം ഫണ്ടമെന്റൽ ടു ഓവർടോൺ ആൻഡ് ബാക്ക് അഗെയിൻ സോ ദാറ്റ് ദ ഈച്ച് എനർജി ലെവൽ ബിക്കം പാർഷ്യലി ഫണ്ടമെന്റൽ ഓർ പാർഷ്യലി ഓവർടോൺ ഇൻ ക്യാരക്ടർ. ഒരു ഫണ്ടമെന്റൽ ട്രാൻസിഷൻസും ഉണ്ട്, ഒരു ഓവർടോൺ ട്രാൻസിഷൻസും ഉണ്ട്. പക്ഷെ അതിന്റെ എനർജി ലെവൽ ഡിഫറൻസ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുക? എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ട് ഈക്വൽ ടൈപ്സ് ഓഫ് എനർജി ആയിരിക്കും നമുക്ക് ഈ രണ്ട് ബാൻഡ്സിലും കിട്ടുക. ആസ് എ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും? 2 strong bands are observed in the spectrum instead of the expecting. ഒന്ന് ചിലപ്പം സ്ട്രോങ്ങും ഒന്ന് വീക്കും ആയിട്ടാണ് സാധാരണഗതിയിൽ കാണുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? രണ്ടും ഈക്വലി ഒരുപോലെയുള്ളതിന് അടുക്കുക. അതിനൊരു ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ ഒരു ഫണ്ടമെന്റൽ ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ 1337 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരുന്നു കിട്ടേണ്ടത്. ഓവർടോൺ എന്ന് പറഞ്ഞാൽ 1334.6 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. പക്ഷെ അവ തമ്മിൽ എന്താണ് ഒരു ഇന്ററാക്ഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് 2 bands at due to the effect of this Fermi resonance, first band shifted towards higher frequency and give rise to 2 bands at 121 to 85.5 centimeter inverse and 1388 centimeter inverse. ഇങ്ങനെ കിട്ടേണ്ടിയിരുന്നത് എന്തായിട്ട് മാറും? രണ്ടെണ്ണം അതേ വേവ് ലെങ്ത് ഇതിലല്ല, വേവ് നമ്പറിലല്ല കിട്ടാം, ഡിഫറെന്റ് വേവ് ലെങ്തിൽ, പക്ഷേ ഈക്വൽ സ്ട്രെങ്ത്തിൽ ഏകദേശം കിട്ടും. ഇനി നെക്സ്റ്റ് ഫിംഗർ പ്രിന്റ് റീജിയൻ. ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ റീജിയൻ ബിലോ 1500 സെന്റിമീറ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ബെൻഡിങ് വൈബ്രേഷൻസ് ഈ സ്ഥലത്താണ് നടക്കുന്നത്. അപ്പൊ എന്താണ് ഇത്? ഈ റീജിയനിൽ എന്ത് തരുന്ന ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചറിലോ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഉള്ള ഡിഫറൻസ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു റീജിയനിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓരോ പിന്നെ ഓർഗാനിക് മോളിക്യൂളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഓരോ ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് തരുന്ന ആ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു ഫിംഗർ പ്രിന്റ് റീജിയൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഫിംഗർ പ്രിന്റ്, അതായത് ആ ഒരു റീജിയണിലെ വൈബ്രേഷൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വൈബ്രേഷൻ ബാൻഡ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഫിംഗർ പ്രിന്റ് ഇന്ന മോളിക്യൂളാണ് ഏകദേശം അസ്യൂം ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ഫിംഗർ പ്രിന്റ് റീജിയൻ. അത് യൂണിക് അബ്സോർപ്ഷൻ ബാൻഡ്സ് ആണ്. ഓരോ മോളിക്യൂളിനും അതിന്റെ യൂണിക് അബ്സോർപ്ഷൻ ബാൻഡ്സ് ആയിരിക്കും ഉണ്ടാവുക. താങ്ക് യു.